ഹായ് ഹലോ നമസ്കാരം ആര്യാണ്. ഇന്ന് ഞാനും ചക്കിയും യാദോട്ടനും കൂടെ കൂടിയിട്ട് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവം കൂടാൻ വേണ്ടി പോകട്ടോ. സത്യത്തിലുണ്ടല്ലോ, നമ്മളിതൊരു 5ാം ഉത്സവത്തിന് പോയൊരു വീഡിയോ ആണ്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് വരാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു സമയക്കുറവ് കൊണ്ടാട്ടോ ഇത്രയും താമസിച്ചത്. അപ്പോൾ അന്ന് ചെല്ലുന്നത് കൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്, പക്ഷെ നമുക്ക് തൊഴാൻ പറ്റുന്ന രീതിക്ക് ഉള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കിയോട്, ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് യാദോട്ടൻ്റെ കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചോണമെന്ന്. അപ്പം നമ്മൾ നേരെ ചെന്ന് കുടുമരച്ചോട്ടിൽ തൊഴുത് അകത്ത് കയറി തൊഴുത്, അകത്തേക്ക് ക്യാമറ പറ്റത്തില്ലല്ലോ, അപ്പോൾ അകത്ത് കയറി തൊഴുത് നമ്മളിവിടെ വന്നു. അപ്പോൾ എഴുന്നള്ളത്തിനുള്ള സമയമായിരുന്നു. അപ്പോൾ എഴുന്നള്ളത്തും കണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം അങ്ങ് നിന്ന് കേട്ടോ. അപ്പോൾ യാദൂട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നിന്ന് കുറേ ആനയൊക്കെ നിരന്ന് നിന്ന് ഇങ്ങനെ ബെഞ്ചാമരൊക്കെ വീശുന്നതും, അപ്പോൾ അതിനകത്ത് വേലകളി നടക്കുന്നുണ്ടായിരുന്നു. വേലകളി യാദൂട്ടിന് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അപ്പം ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു കേട്ടോ എനിക്ക്. എൻ്റെ സന്തോഷം എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രവാസ്യത്തിലായിരുന്നു. ആ സമയത്ത് ഞാനിത് ലൈവിൽ ഇതിരുന്ന് കണ്ടിട്ട് ഞാൻ കരഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ ഈ വർഷം ഉണ്ടല്ലോ, ഞാനിങ്ങനെ വന്ന് കൂടുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ലാലുവിന് സങ്കടം കേട്ടോ, ലാലു അവിടെയാണല്ലോ. അപ്പോൾ ലാലുവും ഞാനും ഈ ഒരു കാര്യത്തിൽ ഒരേ വേവിലെന്നുള്ള ആൾക്കാരാട്ടോ. കുറച്ച് നേരം യാദൂട്ടിനെ വേലകളി കാണിക്കാമെന്ന് ഓർത്ത് നിന്നേ. അവനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നോട് ചോദിച്ചത് എന്താ അമ്മന്ന്. അപ്പോൾ വേലകളി മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തെ പ്രതിനിധീകരിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നു. കൃഷ്ണൻ്റെ അനുഗ്രഹത്തോടെ പാണ്ഡവർ നേടിയ വിജയം ഓർപ്പിക്കുന്ന ഒരു നൃത്ത കലാരൂപം കൂടി കേട്ടോ വേലകളി. എനിക്ക് നമ്മുടെ ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. എനിക്ക് കഥകളി, ഓട്ടംതുള്ളൽ, വേലകളി, അങ്ങനെ എല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ എഴുന്നള്ളത്തിങ്ങ് പോരുമ്പോഴത്തേനും നമ്മളും ആ കൂട്ടത്തിൽ കുറേ ഇങ്ങനെ നടന്നു പോകുന്നത്. യാദൂട്ടിൻ്റെ കയ്യെ ഞാനിങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര ആൾക്കൂട്ടമാണല്ലോ. അപ്പോൾ എങ്ങാനും മിസ്സായി പോയാലെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരും. എൻ്റെ അച്ഛൻ്റെ കൂടി ഞാനിങ്ങനെ നടക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പം ഞാനും ചെക്കയ്ക്ക് ഇതുവഴി നടക്കുമ്പോൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ മാത്രം പോരായിരുന്നു, അമ്പാടിയും ലാലും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പം നമ്മൾ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്ന് തൊഴുത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ തെയ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ യാദൂട്ടിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അടുത്ത് കാണാത്തതുകൊണ്ടല്ലോ അവന് ഭയങ്കര പേടിയായിരുന്നു. അവൻ എന്നെ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവനോട് പറഞ്ഞു, പേടിക്കേണ്ട, നമുക്കിതൊന്ന് അടുത്ത് നിന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചേച്ചിമാരൊക്കെ താലപ്പൊലിയും കൊണ്ടങ്ങ് പോയിട്ട് അത് അടുത്തൊന്ന് കാട്ടുന്നത്, കാരണം ഇങ്ങനെ പേടിച്ച് ശരിയാവത്തില്ലല്ലോ. എനിക്കിങ്ങനത്തെ കുറേ പേടികളുണ്ട് ഗൈസ്, അതൊന്നും ഒരിക്കലും മാറുന്നില്ല. ഇത്രയും പ്രായമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പേടികളൊക്കെ അങ്ങ് മുളയിൽ നുള്ളി കൂടുതൽ നിന്ന് കഴിയുമ്പോൾ ചെറുക്കൻ കരയുമെന്ന് ഓർത്തുകൊണ്ട് നമ്മളിങ്ങ് പുറത്തേക്ക് അങ്ങ് പോകുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഓർത്തു ഐസ്ക്രീം കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാന്നേ. അപ്പം ഞാൻ എടുത്തത് മാംഗോയെ, ചക്കി അറബിക് ഹബീബിയുടെ ആളാണ്. പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങി, പിന്നെ ഒരു കോട്ടൺ ക്യാൻഡിയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്കിന്നൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അവന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ കിട്ടിയ സന്തോഷമാണ് ഗൈസ കാണുന്നത്. അപ്പം നമ്മൾ ഈ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമ്മൾ നടന്നു. എന്തിനാ? വേറൊന്നുമില്ല, ചുമ്മാ. തിരിച്ച് വന്ന വഴിക്ക് ചക്കിയുടെ മനസ്സ് എപ്പോഴും കൊച്ചു പിള്ളേരുടെ മനസ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കൊച്ചിന് എന്തോ വാങ്ങിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞിട്ട് അത് അവളാണ് എന്തൊക്കെയോ നോക്കി പെറുക്കി എടുത്തത്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ വാങ്ങിച്ചില്ല, കാരണം ഇതിന് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലോ. ലാസ്റ്റ് വാങ്ങിക്കാൻ തോന്നുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങി ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എന്നും വരുമ്പോൾ വാങ്ങിയത് അത് അത്ര ശരിയല്ലല്ലോ, പ്രോത്സാഹിപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ പോന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമ്മൾ പോയി കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് ചേട്ടന്മാരുടെ നിന്ന് നല്ലൊരു കോളിഫ്ലവർ ബജി വാങ്ങിച്ചു കേട്ടോ. കോളിഫ്ലവർ ബജി നല്ലതായിരുന്നു വെച്ചാൽ നല്ലതായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി ഇച്ചിരി കുറഞ്ഞു എന്നൊരു സംശയം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മുളക് ബജി അത്രയ്ക്കങ്ങ് കൊള്ളത്തില്ലായിരുന്നു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ കടയിൽ, എല്ലാവരും വരുന്നുണ്ടായിരുന്നേ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് മാറി നിന്നിട്ട് കുറച്ച് ചളിയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുവാണ്. നമുക്ക് ചളി ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തൊക്കെയോ ചക്കിയോട് ഞാൻ പറയുന്നുണ്ട്, എടി ചോറല്ല നീ കഴിക്കുന്നത്, ചോറുണ്ടെന്ന് പോലെ വാരി വാരി കഴിക്കാതെന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേറെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പം ഞാനിങ്ങനെ പാത്രം കണ്ടപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. എനിക്ക് കപ്പ് ഭയങ്കര ഇഷ്ടം, പലതരത്തിലുള്ള ഗ്ലാസ്സിനകത്ത് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് കപ്പും അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതാ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. നമ്മൾ ആ വെള്ള കളറുള്ള കപ്പ് എടുത്തിട്ട് ഇങ്ങ് പോകുന്നേ. അപ്പോൾ ഇനി യാദൂട്ടിന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ അവനോട് ചോദിച്ചു, അമ്മ എനിക്ക് നറൂട്ടോടെ കാർഡ് വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ചോദിക്കുമ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലേ മോശമല്ലേ. ഈ കാണുന്ന ആനക്കുട്ടീനെ അവളൊരു നോട്ടം ഇട്ട് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി എന്ന് ഈ അമ്പലത്തിൽ വന്നാൽ അന്നൊക്കെ ഒന്ന് തൂത്ത് തലോടിയിട്ട് പോകുന്നുണ്ട്. പ്രായം മുന്നോട്ടായതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവൻ നറൂട്ടോ ഫാൻ ആയതുകൊണ്ട് ഇവനൊരു നറൂട്ടോയുടെ കാർഡ് എടുത്തു. ഇനിയിപ്പോൾ ചക്കി പറഞ്ഞു, ഇതൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ, ഞാനൊന്ന് എടുത്ത് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വാവ എടുത്ത് അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുവാണ്. 2-3 ദിവസമായി ചക്കി ആ ആനയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനി ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ വെച്ച് ഓരോ ഫോട്ടോയ്ക്കും ഞാൻ ഈടാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ചക്കി അതേ എടുത്ത സാധനം അതേപടി അവിടെ തന്നെ വെച്ചിട്ട് ഒറ്റ
പോട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, വെറുതെ ഒന്നുമില്ല, ഉത്സവപ്പറമ്പിൽ കൂടെ തേരാപ്പാലം നടക്കണം, ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു വൈബ് അതൊന്നും വേറെ തന്നെയല്ലേ. ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അമ്പാടി ചെറുക്കനെയും ലാലുവിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അവരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തകർത്തേനെ ഗൈസ്, ഉറപ്പായിട്ടും തകർത്തേനെ. ഇവിടെ മരണക്കിണറുണ്ട്, പിന്നെ കുറേ റൈഡും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ യാദൂട്ടനോട് പറഞ്ഞു അമ്മ കാറെ കയറ്റാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത് വേണ്ട, അവൻ ഈ സാധനത്തെ കയറി ഇങ്ങനെ ഊർന്ന് വന്നാൽ മതി എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു എടാ നീ വേണ്ട, നീ കാറ് കയറുന്ന കുറച്ചും കൂടെ നല്ലത്. വേണ്ടമ്മ ഞാൻ അതേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഞങ്ങൾ തമ്മിലുള്ള പിടിവലികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ എന്താണെന്ന് വെച്ചാട്ടെ, അവൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്നോർത്ത് ചക്കി പറഞ്ഞു വേണ്ട, അവന് ഇഷ്ടമുള്ളിടത്ത് കയറട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവന് ഇഷ്ടമുള്ളിടത്ത് തന്നെ അങ്ങ് കൊണ്ടുവന്നു കേട്ടോ. ഏത് റൈഡേ കയറാനും സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തെ കയറുന്നതിന് ഏതാണ്ട് 60 രൂപ അങ്ങനെയെങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ യാദൂട്ടനെ കയറ്റാൻ വേണ്ടി നിന്നപ്പോൾ ഈ പുറകെ നിൽക്കുന്ന ചേട്ടൻ വന്ന് തുറന്നു കൊടുക്കണം. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് വന്നു. ഞങ്ങൾ ഇച്ചിരി ഇങ്ങനെ മാറി നിന്നേ. ഈ കാണുന്ന സാധനത്തെ കയറാനുണ്ടല്ലോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. കാരണം നമ്മൾ നേരെ നടന്ന് അല്ലെങ്കിൽ 2 ചാട്ടം ചാടുമ്പോൾ ഛർദ്ദിച്ച് കിടക്കുന്ന നമ്മൾ ഇത്തേ കയറിയിട്ട് നമ്മളൊന്ന് അങ്ങ് ആടി വന്ന് കഴിയുമ്പോൾ എന്തായാലും വാളും ദുഃഖം തലയും കറങ്ങും. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചെക്കിയും പറഞ്ഞു വേണ്ട, നമുക്ക് പറ്റുന്ന പണിക്ക് പോയാൽ മതി. ഇതിൻ്റെ അകത്ത് കയറി നിന്ന് ചേച്ചിമാർ കാണിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തന്നെ താഴെ നിന്ന് നമ്മൾ ചിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ യാതൊരു എന്തേ കയറാൻ തുടങ്ങി. കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു എനർജിയാണ് ഗൈസ്, ഭയങ്കര എനർജി ആട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് യാതൊരു മാത്രം ഈ മിരിമിരിപ്പുള്ളെന്ന്. അല്ലല്ല കേട്ടോ, കുറച്ച് കുട്ടി പട്ടാളങ്ങളും ഇടയ്ക്കിടെയൊക്കെ ഓടുന്നും ചാടുന്നും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരം നിന്ന് ഇവൻ ലാസ്റ്റ് ഇവന് ഒരു തരത്തിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ വാടാന്ന് വിളിച്ചിട്ടൊന്നും വരത്തില്ലായിരുന്നു ഗൈസ്. ഇവൻ ഇവിടെ നിന്നിട്ട് അത് ഞാൻ ഓർത്തു ഇത് മുഴുവത്തോടെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരുമായിരിക്കും എന്ന്. പിന്നെ ലാസ്റ്റ് എങ്ങനെയോ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളൊരു കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 4 തരത്തിലുള്ള കുലുക്കി കേട്ടോ ഓർഡർ ചെയ്ത്. ഞാൻ എടുത്തത് ഗ്രീൻ ആപ്പിളാണ്, പിന്നെ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മളോട് നിന്ന് ചെയ്യുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. പക്ഷെ നല്ല അവർ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്ത് ജോലി ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് കാണാനൊരു രസമുണ്ട്. കണ്ടു നിൽക്കുന്നത് നമുക്ക് നല്ലതാണ്, ചെയ്യുന്ന ആൾക്കാർക്കും മനസ്സിന് നല്ല സുഖമാട്ടോ. അപ്പോൾ കുറച്ച് നേരം കാത്തിരുന്നാൽ എന്ത് ചക്കിയുടെ കയ്യിലേക്ക് അതങ്ങ് കിട്ടി ഗൈസ്. അപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ നിങ്ങൾ. അപ്പോൾ അവൾക്കും നല്ല കേട്ടോ, എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇത് കുടിക്കാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഇവരുടെ ഇത് കാണാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം, കുലുക്കിയും കൊള്ളായിരുന്നു, ചേട്ടന്മാരും കൊള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇനി നേരെ കുറച്ച് പലഹാരം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ വീട്ടിൽ 2 കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, നമ്മുടെ അച്ഛനും അമ്മ ഇരിപ്പില്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്താട, പിന്നെ ചെറുക്കൻ അതിനകത്തുനിന്ന് എന്തോ ഒരു ബോംബെ പൂട് അങ്ങനത്തെ ഒരു മിഠായി ഇല്ലേ, അത് കൂട്ട് ഒരു മിഠായി കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇനി പോവാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാൻ മറന്നു, ഇന്ന് എനിക്ക് വീഡിയോ എടുത്തിരുന്ന വിഷ്ണു ആട്ടോ. അപ്പോൾ അവന് വീഡിയോ എടുക്കാനും ഇഷ്ടമാണ്, നമുക്ക് അവൻ എടുക്കുന്ന വീഡിയോ കാണാനും ഇഷ്ടമാണ്. എന്നാൽ പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നില്ല, ഇനി നേരെ വീട്ടിലേക്ക് ചെന്ന് കയറാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.